ഇന്ന് നമ്മളൊരു ബീഫ് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫിന് ആവശ്യമായ കുറച്ച് കൊച്ചുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, നല്ലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇനി നമുക്കൊരു ചട്ടി അടപ്പേൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ 2 കതുപ്പ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റാണ്. ആ തേങ്ങാക്കൊത്തൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഈ കറിവേപ്പിലയുടെ ഒരു ഗുണമൊക്കെ അതിൽ കിട്ടും. തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5-6 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചുവന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളിക്ക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നാലേ ഈ ഉള്ളിയെല്ലാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഒരു തക്കാളിക്ക് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എല്ലാം കൂടി ഒന്ന് ചുവന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. 1 സ്പൂൺ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2.5 സ്പൂൺ മുളക് പൊടി ഇതിന് ഇട്ട് കൊടുക്കാം. 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്യാം.
ആ മുളക് പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് പച്ചച്ചുവ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗരം മസാലയാണ്. ഇതിലേക്ക് നമുക്ക് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനൊരു ചട്ടി അടപ്പ വെച്ചു. ഇതിലേക്ക് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ തളിച്ച് വെച്ചു. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് ലേശം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും.